ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും ഒഴിച്ചു കൂടാൻ പറ്റാണ്ട് ഉണ്ടാക്കേണ്ട ഒരു ഔഷധക്കഞ്ഞിയാണത്. ഔഷധക്കഞ്ഞി എന്നും പറയാം, ഉലുവക്കഞ്ഞി എന്നും പറയാം. ഇതിൽ എല്ലാ മരുന്നുകളും ചേർക്കേണ്ട വിധം ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്ന വിധം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി ഇതാണ് ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ മരുന്നൊക്കെ പറിച്ചിട്ട് ഉണ്ടാക്കിയാണ്. അതിൽ കുറുന്തോട്ട് വേര്, കുത്തിരിച്ചുണ്ട വേര്, പിന്നെ ഇല്ലം കെട്ടി, അങ്ങനെ നന്നാരി, അങ്ങനത്തെ വേരൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അത് അരച്ച്, പിന്നെ മല്ലി, ജീരകം ഇതൊക്കെ അരച്ച് മണ്ണിൽ അരച്ചിട്ടൊക്കെ ഞങ്ങൾ ആദ്യം കഞ്ഞി വെച്ചിരുന്നത്. ഇപ്പം അതിനൊന്നും പറ്റാത്ത കാരണം കൊണ്ട് ഒന്നാമത് മരുന്ന് കിട്ടാനില്ല, രണ്ടാമത് നമുക്ക് ആരോഗ്യം നമ്മൾ സമ്മതിക്കില്ല. അതിൻ്റെ കടയിൽ നിന്ന് പൊടി വാങ്ങിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നവരരി പിന്നെ അതിൻ്റെ പൊടിയും വാങ്ങി, പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉലുവ ഇതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളപ്പോൾ ഈ കഞ്ഞി കുടിക്കാനുള്ളത് ഇവിടെ. അപ്പം ഞങ്ങൾ ഇതിൽ കാസരി ഞങ്ങൾക്ക് വേണ്ടോ അത് വെക്കുക. പിന്നെ അതൊന്ന് കഴുകി അതിലായിട്ടാണ് അവിടെ അധികം കളയണ്ട, ഒന്ന് വെറുതെ ജസ്റ്റ് കഴുകുക വേണ്ടു. അവിടെ കൈ പോയി അതിൻ്റെ കൊണ്ട് അരി ഇടണം. വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. കുറച്ച് ഉരുവയും കൂടി ഇതിൽ കഴുകിയിടണം. ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒരു അര ഗ്ലാസ് ഉലുവിടുന്നുണ്ട്. അത് അങ്ങനെ ഇട്ടിട്ട് അരിക്കൊപ്പം കിടന്ന് ഉലുവ. ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉലുവിട്ടുണ്ട്. അരി നന്നായി തിളച്ച് വന്നു. അടുപ്പിൽ നല്ലോണം തീ കത്തുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ടല്ലോ. അരി വേവായിട്ടില്ല, വേവാവണേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞങ്ങൾ കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, പച്ചമല്ലി പൊടിച്ച് വെച്ചതാണത്, അതൊരു സ്പൂണിടുക. പിന്നെ കുരുമുളക് പൊടി, അത് കഷ്ടി സ്പൂണ് ഇട്ടാൽ മതി, അധികം ഇടണ്ട. പിന്നെ ജീരകത്തിൻ്റെ പൊടി, ജീരകം പൊടിച്ച് വെച്ചത്, ഇതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചേക്കാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ജീരകപ്പൊടി, പിന്നെ ഇത് അയമോദകം പൊടിച്ചത്. അയമോദകം വയറിൻ്റെ വല്ല ദഹനക്ഷയമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറാനും എല്ലാവരും നല്ല ഗ്യാസിന് ഒക്കെ ആയിട്ടും നല്ല മരുന്നാണത്. അപ്പോൾ അതും കൂടി ഇതിൽ ഇടുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണത്. ഇതിപ്പോൾ ഒരു 1.5 സ്പൂണ് ഇടും. 2 പേർക്കുള്ള കഞ്ഞിയേ വേണ്ടു. ഇപ്പോൾ ഇത് ഇതിലേക്ക് നാളികേരം, ദശപുഷ്പം അത് അരച്ചിട്ട് അതിൻ്റെ നീരും കൂടി ഞാൻ ഇതിൽ പിഴിഞ്ഞ് വയ്ക്കും. അത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. കർക്കിടക മാസത്തിൽ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നത് നല്ലതല്ലേ. ഒക്കെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് ദശപുഷ്പം. അപ്പോൾ അതിൻ്റെ നീരുകൾ ഇതിൽ പിഴിഞ്ഞൊഴിക്കേണ്ടത്. അരച്ച് ചേർക്കേണ്ട ദശപുഷ്പമാണ്. ദശപുഷ്പത്തിൽ കൂടെ ഞാൻ ഒരു വെളുത്ത ശംഖുപുഷ്പമുണ്ട്, അതിൻ്റെ പേരും കൂടി ചേർക്കുന്നുണ്ട്. ആയുർവേദത്തിലെ എല്ലാ മരുന്നിനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മരുന്നാണെങ്കിൽ നല്ല മഴയും കാറ്റുമാണ് ഇവിടെ. അതായത് പറയുന്നതൊന്നും ക്ലിയറായിട്ട് കേൾക്കണ്ടോന്നും അറിയില്ല. ദശപുഷ്പം അരച്ചപ്പോൾ പിന്നെ അതിൽ ഈ കറുകയൊക്കെ ആകുമ്പോൾ അതിലൊന്നും ആരുണ്ടാവില്ല. അതിങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഈ ഒരു നല്ല തുണിയിൽ, ഞാൻ ധരിക്കുന്ന തുണിയാണ് ഇത്. പച്ചരിയൊക്കെ പിഴിയുന്ന തുണിയാണ്. ഇത് നല്ല വൃത്തിയായിട്ടുള്ള തുണിയാണ്. അത് കഴുകി ഒപ്പം ഇടും. അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രം കിട്ടിയിട്ടുണ്ട്. അതിന് ഈ കഞ്ഞിയിൽ ഒഴിക്കും. ഉലുവയും മറ്റു മരുന്നുകളൊക്കെ വെന്തിങ്ങനെ പാകമായി വരുന്നുണ്ട്. നല്ലോണം ആയിട്ടില്ല. ഇനിയിപ്പോൾ ഈ കണപ്പുറത്ത് വന്നിട്ട് പതുക്കെ വേണു. ഈ ദശപുഷ്പത്തിൻ്റെ നീരാണ് അതിൽ ഒഴിക്കുന്നത്. അരി ഉലുവയും വെന്ത് വന്നു. ഇതിലേക്ക് തേങ്ങ അരച്ചതാണ് ഒഴിക്കുന്നത്. ഞാൻ പാലെടുക്കണില്ല, ഒരു തേങ്ങ അരച്ചതാണത്. ഞാൻ പാലൊന്നും പിഴിഞ്ഞിട്ടില്ല, അത് അങ്ങനെ കൂടെ ഒഴിക്കണം. ഇതിൽ
കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡിയായി. ഇതിക്കുന്ന പകർത്താം. കഞ്ഞി നല്ല പാകമുണ്ട്. അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാലത്ത് കഴിക്കാം, വൈകുന്നേരം കഴിക്കാം. കാലത്ത് കഴിച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വേറെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ ഇതിന് ശരിക്കും ദഹനം കിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ രാത്രിയാണ് കഴിക്കുന്നത്. രാത്രി ഒരു 7:30 ഈ കഞ്ഞി കുടിക്കും. എന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇതിന് ദഹനക്ഷയത്തിന് ദഹനിക്കാൻ വിഷമം ഉണ്ടാവില്ല. അങ്ങനെയാണ് കഴിക്കുന്നത് ഞാൻ. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു 7 ദിവസമെങ്കിലും ഈ പറഞ്ഞ കൂടുതലൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനും തണ്ടലിന്, നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ തണ്ടൽ വേദന ഒക്കെയുള്ള ആൾക്കാരല്ലേ, അതിനൊക്കെ നല്ലോണം വ്യത്യാസം വരും. അതിനുമായിട്ടാണ് ഈ ഉലുവ എക്സ്ട്രായിട്ട് ഏഡ് ചേർക്കണതിൽ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക, ഒരാഴ്ചയിൽ കഴിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.